ഓക്കെ, ആരും ഓൺലൈനിലില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെൻ്റൽ പി എസ് സിയുടെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ക്ലാസ്സസിൽ നമ്മൾ മെയിനായിട്ടും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പം അതിലേത് ടോപ്പിക്കിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു പക്ഷേ എല്ലാ പറഞ്ഞ പോലെ ചാപ്റ്ററുകളും കാര്യങ്ങളും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. മെയിനായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടായിരിക്കും. അപ്പം അതിൽ വിട്ടുപോയി ഏതെങ്കിലും പോർഷൻസ് നിങ്ങൾക്ക് ഇന്ന പോർഷനിൽ നിന്ന് വേണമെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ദാറ്റ് അബൌട്ട് ഡെൻ്റൽ പി എസ് സിയുടെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇനി നമ്മൾ ഡെൻ്റൽ അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്ക് ഒരു കുറച്ച് പേര് നമ്മുടെ വീഡിയോസ് ഡിപ്പെൻഡ് ചെയ്ത് പലരും പഠിക്കുന്നുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളതൊരു ഫ്രീ കോഴ്സായിട്ട് തന്നെ ലോഞ്ച് ചെയ്തത്. അപ്പം അതിൽ നിങ്ങൾക്കിപ്പം പഠനം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഡെൻ്റൽ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡെൻ്റൽ സ്റ്റുഡൻസ്, ഇപ്പോൾ ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാവാം, അവർക്ക് ചില ടോപ്പിക്കുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ബയോളജി റിലേറ്റഡ് ആയിട്ട് +2 ബയോളജി പലപ്പോഴും പല കുട്ടികളും പറയുന്നൊരു കാര്യമാണ് ഈ ജെനറ്റിക്സ് അതുപോലുള്ള ടോപ്പിക്കുകൾ മനസ്സിലാവുന്നില്ല. അപ്പം അത് കുറച്ചുകൂടെ ഒരു ആനിമേഷൻസിലൂടെയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച് കുട്ടികൾക്ക് പഠനം കുറച്ചുകൂടെ എളുപ്പമാക്കുക. അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ബയോളജി ക്ലാസ്സസിലൂടെ ആണെങ്കിലും പി എസ് സി ക്ലാസ്സസ് ആണെങ്കിലും ഒക്കെ. ഡെൻ്റൽ അസിസ്റ്റൻറ്റ് ജോബിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിങ്ങളിപ്പോൾ ഒരു +2 കഴിഞ്ഞിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കരിയർ, ഇപ്പോൾ ഒരു ഡിഗ്രി ഇല്ലാത്തതിനാൽ പലപ്പോഴും കരിയറിലോട്ട് വേറെ ഒരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഡെൻ്റൽ അസിസ്റ്റൻറ്റ് ജോബുകൾ. അതിനങ്ങനെ +2 കഴിഞ്ഞൊരു ഡിഗ്രി വേണം എന്നൊന്നുമില്ല. +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഡെൻ്റൽ അസിസ്റ്റൻറ്റ് കോഴ്സിലോട്ട് നോക്കാം. അപ്പോൾ അതിന് പലപ്പോഴും പലരും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വലിയൊരു ഫീയോട് കൂടിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നിങ്ങൾക്കൊരു ഫ്രീ കോഴ്സായിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു ക്ലിനിക്കിൽ അപ്ലൈ ചെയ്യുമോ, അല്ലേ? ഫ്രീ ടൈമിൽ മക്കളെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് മാസം ഒരു സാലറി കിട്ടും. അപ്പോൾ അതിനുള്ളൊരു സഹായഹസ്തം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡെൻ്റൽ അസിസ്റ്റൻറ്റിൻ്റെ ഫ്രീ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ക്ലാസ്സുകളെ ആശ്രയിച്ച് പലരും പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതിൻ്റെ റെസ്പോൺസിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഒരുപാട് സന്തോഷം. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ആ കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ കൊടുക്കുന്നത് ജനറൽ അവയർനെസ്സും അതുപോലെ ഓറൽ അവയർനെസ്സുമാണ്. അതിപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാക്സിമം എല്ലാ ഹെൽത്ത് ടോപ്പിക്കുകളും ഇൻകോർപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ മാക്സിമം കവർ ചെയ്ത് ഒക്കെ നമ്മൾ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പം ഇപ്പം ഓൺലൈനിൽ വന്ന എല്ലാവർക്കും താങ്ക് യു. എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഈ ഡെൻ്റൽ റിലേറ്റഡ് ഒക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് എന്തുകൊണ്ട് കൂടുന്നു, അല്ലെങ്കിൽ ഏത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്, പലയിടത്തും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവർ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ വായിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഞങ്ങളുടെ വായിൽ ക്യാപ്പ് ഇട്ടു, പക്ഷേ എന്തിനാണ് ക്യാപ്പ് ഇട്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ 5000 രൂപ 6000 രൂപ ചില സമയത്ത് 1,00,000 രൂപ വരെ പേ ചെയ്ത പേഷ്യൻസ് ഉണ്ട്. പക്ഷേ അവർക്കറിയില്ല എന്ത് ട്രീറ്റ്മെൻറ്റ് അവരുടെ വായിൽ ചെയ്തത്, ഇതിലും കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അവർക്കറിയില്ല. അപ്പം അങ്ങനെ എല്ലാവരും അവരെ ചതിക്കുന്നു എന്നല്ല പറഞ്ഞത്. പക്ഷേ ഇതൊരു പ്രൊഫഷണലിനെ പോലെ തന്നെ ഇതൊരു ബിസിനസ്സും കൂടാ. പല ഇടങ്ങളിലും നിങ്ങൾ ലൂട്ട് ചെയ്യപ്പെടാം, പലപ്പോഴും നിങ്ങൾ ചതിക്കപ്പെടാം. എല്ലാവരും സേവനത്തിന് വേണ്ടി ക്ലിനിക്ക് തുറന്നിരിക്കുന്നവരാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ വീഴാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അശ്രദ്ധ കാരണം നിങ്ങൾക്കൊരു മെഡിക്കൽ കണ്ടീഷൻ വരാതിരിക്കാൻ, പല അസുഖങ്ങളും നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഹെൽത്ത് അവയർനെസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓറൽ അവയർനെസ് കൊണ്ടും നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്ന മേഖലകളിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാക്കി തരാനാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ഇപ്പോൾ ഇന്നിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് പേര് ലൈവിലുണ്ട്. അപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. അതനുസരിച്ച് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈസ് തരുമോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങളൊക്കെ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. ഓക്കെ, ഞാനിപ്പോൾ ക്ലിനിക്കിലായിരുന്നു, ഇടയ്ക്ക് പേഷ്യൻ്റ് വന്നതുകൊണ്ടാണ് ലൈവ് കട്ടായത്. ഇപ്പം എനിക്ക് പയ്യെ ക്ലിനിക്ക് ക്ലോസ് ചെയ്യാറാവുന്നു. അപ്പം അതിനു മുമ്പ് നിങ്ങളുടെ ലൈവ് എന്നാൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ വീണ്ടും ഓൺലൈനിൽ വന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിച്ചോ. ഇപ്പോൾ ചോദിക്കുന്ന സംശയങ്ങൾ ഞാൻ കവർ ചെയ്തങ്ങ് പോയേക്കാം. പെട്ടെന്നായിക്കോട്ടെ. ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്കുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഹായ് സുഹേൽ ബ്ലോഗ്, ഹായ്.
നമുക്ക് ലാസ്റ്റ് വന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വളരെ ദൈർഘ്യമേറിയ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടോ എന്നൊക്കെയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു കക്ക അടിയുന്നതാണെങ്കിൽ ക്ലീനിങ്ങിലൂടെ തന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പിന്നെ ചില കേസുകളിൽ പെരിയോഡോണ്ടൽ ലിഗമെൻറ്റുകളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ആ കക്ക ഇരുന്ന് അടിഞ്ഞടിഞ്ഞടിഞ്ഞ് ഇൻഫെക്ഷൻ ഒരുപാട് എല്ലുകളിലോട്ട് ബാധിച്ചുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഫ്ലാപ്പ് സർജറി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കേസുകൾക്കും ഒരു ഡെൻ്റൽ ക്ലീനിങ്ങിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പം അത് ആ സമയത്ത് തന്നെ ചെയ്യണം എന്നതാണ് അവിടുത്തെ ഒരു കാര്യം. ബാക്കിയൊന്നും പ്രശ്നമില്ല. ഓക്കെ, അപ്പം എനിക്ക് ടൈമായി. ഇനിയിപ്പോൾ എനിക്ക് പയ്യെ ക്ലിനിക്ക് ക്ലോസ് ചെയ്യാൻ ടൈം ആവുന്നു. അപ്പം ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു ലൈവിൽ കാണും വരെ ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നമുക്കിനി ഇടയ്ക്ക് ലൈവിൽ വരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മളോട് ചോദിക്കുക. അതനുസരിച്ച് നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. സോ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഡെൻ്റൽ അസിസ്റ്റൻറ്റ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രീ ആയിട്ട് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ +2 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, +1 +2 പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ബയോളജി ടോപ്പിക്കുകൾ മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക. അതനുസരിച്ച് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. വീണ്ടും മറ്റൊരു ലൈവിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ കാണും വരെ ബൈ.